ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ ആണ്, ലീവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ആക്കാൻ പോകുന്നത് ഒരു എനർജി ബോളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നട്ട്സ് ആവശ്യമുണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇട്ടേക്കണത് ബദാം ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, പിന്നെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിയ സീഡ് ഇടുക, നമ്മൾ ലാസ്റ്റായി ഇടുക. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഡേറ്റ്സ്. ഇതാണ് നമുക്ക് ആ ഒരു എനർജി ബോളിന് സ്വീറ്റ്സ് ഒക്കെ തരുന്നത്. നല്ല നമുക്കറിയാലോ ഡേറ്റ്സ് അത്രയും ഗുണമുള്ള സാധനമാണ്. ഇതെനിക്ക് അച്ഛ കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം എനർജി ബോൾ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി കഴിക്കാമല്ലോ എന്ന് കരുതി ഡെയിലി ഓരോ ബോൾ വെച്ച് കഴിക്കുകയും ചെയ്യാം. അല്ലാണ്ട് നമ്മളെല്ലാ നട്ട്സും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാനൊന്നും പറ്റില്ല ഈ തിരക്കിനിടയിൽ. ഞാൻ കരുതി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കാമെന്ന്. നമുക്ക് ആദ്യം ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യാം. ഒത്തിരി ഒന്നും റോസ്റ്റ് ആവണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഈത്തപ്പഴം എന്ത് ചെയ്യുക, ഒന്ന് വെള്ളത്തിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കുക. ഇതുണ്ട്, ഇപ്പോൾ ഞാൻ കുതിർക്കാൻ വെച്ച തന്നെയാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം ലൈറ്റായിട്ടുണ്ട്. അധികം നേരം ചൂടുവെള്ളത്തിൽ ഇടണ്ട കേട്ടോ, കുറച്ചൊന്ന് ലൈറ്റായി ഇങ്ങനെ ഒരു സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ അപ്പോഴത്തേക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. നമ്മൾ നട്ട്സ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം നമ്മൾ പൊടിച്ചെടുക്കാൻ യൂസ് ചെയ്യേണ്ടത് എനിക്കറിയാം, പക്ഷെ നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഉണ്ടാവരുത്. വെള്ളം കൂട്ടാണ്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം കുറച്ച് ഇട്ടിട്ടൊന്ന് അടിച്ചു നോക്കാം, വർക്കാവുമെന്ന് അറിയില്ലല്ലോ ഇതിൽ. ഞാൻ അങ്ങനെ ഇതുവരെ ഈ ഒരു ഇതിനകത്ത് മീൻസ് നമ്മൾ ഈ പൊടിപ്പിക്കുന്ന പോലത്തെ ഒരു സംഭവം കുഞ്ഞിതാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനകത്ത് ഞാൻ ഇന്നത്തെ ദിവസം ഫുള്ളിരുന്ന് പൊടിക്കേണ്ടി വരും. പക്ഷേ ഇതിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും, വർക്കാവും, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സംഗതി സക്സസ് ആണ്. ഇതിങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്, പൊടിയായി. അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊടിച്ചെടുക്കട്ടെ. നമ്മുടെ സീഡ്സ് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിലതിങ്ങനെ പൊടിക്കാണ്ട് കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ഡേറ്റ്സും കൂടെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും കൂട്ടരുത്, അല്ലാണ്ട് തന്നെ അരച്ചെടുക്കുക. നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഡേറ്റ്സ് ഞാൻ എന്ത് ചെയ്തു, മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീഡ്സ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ 2 സാധനങ്ങൾ കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് പൊടി, ഇനി ഇതാണ് ഡേറ്റ്സ് പേസ്റ്റ്. ആക്ച്വലി ഇതിനകത്ത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇട്ടേക്കണതിൻ്റെ കളർ കുറച്ച് മാറ്റമില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി വെള്ളം കൂട്ടി. ഇങ്ങനെ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല ശരിക്കും. നല്ല മിക്സിയൊക്കെയാണെങ്കിൽ വെള്ളം കൂട്ടാണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ മിക്സി അത്ര നല്ല അല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയതാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു ബൗള് ഇങ്ങനെ ചപ്പാത്തി മാവ് പോലെയൊക്കെ ഫുള്ളാക്കിയിട്ട് എന്ത് ചെയ്യണം, ഉരുട്ടി ഉണ്ട പോലെ ആക്കി വെക്കാം. അപ്പം അത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീഡ്സും ഡേറ്റ്സിൻ്റെ പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇങ്ങനെ എന്താ പറയുക, ചപ്പാത്തിക്ക് പറ്റുന്ന മാവ് പോലെ ആക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിങ്ങനെ ഓരോ ബൗളുകളായിട്ട് ഒരു ബോക്സിൽ സൂക്ഷിക്കണം. ഇത് ബൗൾ ഇങ്ങനെ ഉരുട്ടി കുഞ്ഞു ബൗളുകളാക്കാൻ പോവാണ് ഇനി. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ ഡെയിലി ഓരോരെണ്ണമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ എല്ലാ ഈ പറയുന്ന ഫ്ലാക്സ് സീഡും
ഫ്ലാക്സ് സീഡും പിന്നെ ബദാമും പംകിൻ സീഡും ഇതെല്ലാം ഇങ്ങനെ കറക്റ്റ് അളവിന് കിട്ടണം എന്നൊക്കെ വെച്ചാൽ അളന്ന് കഴിക്കലൊക്കെ ഭയങ്കര പാടാണ്. ഇതാവുമ്പോൾ എന്താ ഓരോ ഉരുള കഴിക്കുകയാണെങ്കിൽ നൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഓൾറെഡി മിക്കവരും കണ്ടിട്ടുണ്ട്, ചെയ്ത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് ഉരുളാക്കി എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാനത് എനർജി ബോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ 2 എയർ കയറാത്ത ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് കഴിക്കാനുള്ളതുണ്ട്. എത്ര എണ്ണ ഉണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടില്ല. അപ്പം സാധനം റെഡി. വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ കരുതി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞാൻ കീൽ ഹൗട്ട് ബാനോഫിൻ്റെ അങ്ങോട്ടേക്ക് പോയി ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അതിലേക്കൂടെ കുറച്ച് നേരം നടന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഐൻ ഓയറോ ഷോപ്പിൽ കയറി. അതായത് നമ്മുടെ നാട്ടിൽ 99 രൂപയുടെ മേളയൊക്കെ ഉണ്ടാവില്ലേ, അതേ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഐൻ ഓയറോ ഷോപ്പിലുള്ളത്. എല്ലാത്തിനും നല്ല ചീപ്പ് പ്രൈസാണ്. അവിടെ കയറി ഞാൻ 2-3 സാധനങ്ങളെടുത്ത് പിന്നെ ഞാൻ ചുമ്മാ ചുറ്റിക്കറങ്ങാൻ പോയി. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് വൂൾവർത്ത് എന്ന് പറയുന്ന ഷോപ്പിലെ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളാണ്. ഒത്തിരി വെറൈറ്റികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓഫറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു എയർ ഫ്രയർ മേടിച്ചു. അത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. കാരണം എനിക്കിനി ക്രിസ്മസ് മാർക്കറ്റിൽ എന്തെങ്കിലും ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു താല്പര്യമില്ല ഈ മധുരമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ എയർ ഫ്രയറും കൊണ്ട് വീട്ടിലേക്ക് പോയി. എന്തെങ്കിലും ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്തോ സ്വീറ്റ്സിൻ്റെ അങ്ങനെ എന്തോ പോലെ എനിക്ക് തോന്നി. അത് ഞാൻ മേടിച്ചു. എന്താ ക്രേപ്പസ്ന്നോ അങ്ങനെ എങ്ങാണ്ടാണ് പേര് പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷേ സാധനം കൈ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ ശരിക്കും ഗോതമ്പ് ദോശ. ഞാൻ അവിടെ ചതിക്കപ്പെട്ടു. ഗൈസ് അപ്പം ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എയർ ഡ്രയർ എടുത്തു. അപ്പം നമ്മൾക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇത് എന്താവും അറിയില്ല. ഇത് വൂൾവർത്തിൻ്റെ തന്നെയാണ്. 20 യൂറോ ഓഫർ പ്രൈസിന് കിടന്നതാണ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു കത്തുണ്ട്. ഇത് ഇതാണ് എയർ ഫ്രയർ. സ്റ്റിക്കർ പൊടിക്കണമായിരുന്നു. പൊടിച്ചു. നമ്മൾക്കിത് തുറന്നു നോക്കാം. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് അതിൻ്റെ മണ്ടേ വെക്കണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വെക്കേണ്ടതാണ്. ഇങ്ങനെ ഇപ്പം ഇവിടെ ഇത് വെക്കാനുള്ള ഒന്നുമില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാളത്തേക്കായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എയർ ഫ്രയർ മേടിച്ചിരിക്കുന്നു. ഗൈസ് ഞാൻ എയർ ഫ്രയർ മാത്രമല്ല കുറച്ച് സാധനം മേടിച്ചു. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന്. ഇതൊരു ചെറിയ പാനാണ്. ഇത് ഞാനിവിടെ നിന്ന് മേടിച്ചു. പിന്നെ നമ്മൾ മറ്റേ കേക്ക് ആക്കൂലേ, ആ കേക്ക് ആക്കുന്ന കുഞ്ഞി കപ്പ് കേക്ക് ആക്കണ്ട ഈ ഒരു സാധനം. ഇത് മൊത്തം ഇതിനകത്ത് 1 2 3 4 5 6 ട്രേ വരുന്നുണ്ട്. ഇത് 2 ലൈറ്റ് മേടിച്ചു. ആ ലൈറ്റിന്
ബാറ്ററി. പിന്നെ ഞാൻ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ബുക്ക് മേടിച്ചു. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇഷ്ടംമാതിരി ബുക്കുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ബുക്കാണ് മുമ്പ് മേടിച്ചു പോകൂലേ. ഐ തിങ്ക് ടു മച്ച്. കറക്റ്റ്, ഐ തിങ്ക് ടു മച്ച്. ഇതിങ്ങനെ ഇവിടുത്തെ ബുക്ക് നമ്മുടെ നാട്ടിലെ ഗ്രാഫിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, ഗ്രാഫിൻ്റെ പേപ്പർ, അതേമാതിരിയുള്ള ബുക്കുകളാണ് ഇവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാ ലൈനുള്ളതും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ കൂടുതലായിട്ടുണ്ട്, ഈ ഒരു മാതിരി വരകൾ. അപ്പം ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്കും ഞാൻ മേടിച്ചു. ഇതിങ്ങനെ ഡെക്കറേഷൻ സാധനമാണ്, അത് മേടിച്ചു. ഇത്രയും സാധനം ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ. ഇത് ഫ്രഞ്ച് ഫ്രൈസ്, ഫിഷ്, ചിക്കൻ, പിന്നെ ഫിഷ്, ഞണ്ട്, പിസ്സ. ടൈം ഇങ്ങനെ കൂട്ടുന്നത് മിനിറ്റ് ആയിരിക്കല്ലേ. ഇത് മോഡ് 200 ഡിഗ്രി മാക്സിമം. ഇതിൽ കൂടില്ല, ഇതിൽ കുറയ്ക്കാനേ പറ്റുള്ളൂ. മാക്സിമം 200 ഡിഗ്രി. അത് ടൈം അവിടെ തന്നെ നെയ്യാൻ ഇതും കിട്ടും. ഇത് ചിക്കൻ്റെ ഇറങ്ങണം. ഓരോരോ മോഡ് മാറ്റി വെക്കാം. ഇതിപ്പോൾ എന്താ സാധനം മനസ്സിലാവുന്നതാണ്.